സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട് നാടുവിട്ട കുടുംബം വാടക വീട്ടിൽ കെട്ടിയിട്ട് ഉപേക്ഷിച്ച ലോക്കി എന്ന 2 വയസ്സുകാരൻ നായയ്ക്ക് ഇനി പുതിയ ജീവിതം. വീട്ടുടമസ്ഥൻ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ദയാപ്രവർത്തകർ സ്ഥലത്തെത്തിയാണ് നായയെ മോചിപ്പിച്ചത്. സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട് നാടുവിട്ട കുടുംബം വാടക വീട്ടിൽ കെട്ടിയിട്ടുപേക്ഷിച്ച ലോക്കി എന്ന 2 വയസ്സുകാരൻ പോമറേനിയൻ നായയ്ക്ക് ഇനി പുതിയ ജീവിതം. ജനൽ കമ്പിയിൽ അനങ്ങാൻ പോലുമാകാത്ത വിധം കെട്ടിയിട്ടിരുന്ന നായയെ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ സന്നദ്ധ പ്രവർത്തകർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. വാരപ്പെട്ടി പഞ്ചായത്ത് 10-ാം വാർഡിലെ രാധാകൃഷ്ണൻ എന്നയാളുടെ വാടക വീട്ടിലായിരുന്നു ക്രൂരത അരങ്ങേറിയത്. 2 ആഴ്ച മുൻപാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം താമസം മാറിപ്പോയത്. അന്നു മുതൽ ഇവിടെ ജനലിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു നായ. ബിജുവിനെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ട് നായയെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾ തയ്യാറായില്ല. ഒടുവിൽ ബന്ധപ്പെട്ടപ്പോൾ നായയ്ക്ക് വിഷം കൊടുത്തു കൊന്നേക്കൂ എന്ന മറുപടിയാണ് നൽകിയത്. ഇന്നലെ ഞാൻ രാത്രി വിളിക്കുമ്പോൾ ഞാൻ പട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഞങ്ങൾ വിഷം കൊടുത്ത് കൊല്ലുന്ന പറഞ്ഞത്. ഞാൻ അവര് കൊല്ലുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ട് കൊല്ലാൻ ഒക്കില്ല, ഞങ്ങൾക്ക് അതിൻ്റെ പാവ ഏറ്റു വാങ്ങാൻ പറ്റില്ല. അല്ല, ഇങ്ങോട്ട് വരെ പോലും ചെയ്യാത്ത ഒരാളെങ്ങനെ വിഷം കൊടുത്ത് കൊല്ലുന്നു? നിങ്ങളല്ലേ ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നത്? അതെ, ഞങ്ങളാ ഭക്ഷണം കൊടുക്കണേ. അവർ ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറയുന്നത്, പക്ഷെ ഭക്ഷണം കൊടുക്കണേൻ്റെ ഒരു ഭക്ഷണം കാണുന്നില്ല അവിടെ ഞങ്ങൾ. ഇതിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ വെളിയിലൊന്നും ഇറക്കുന്നുണ്ടായില്ല? ഇല്ല, ഇടയ്ക്കൊന്ന് ചുമ്മാ ഇടയ്ക്കൊന്ന് പറമ്പി കൊണ്ട് കെട്ടണം, അല്ലാതെ ആ മുറിക്കകത്ത് തന്നെയാണ്. അന്ന് തൊട്ട് ഞങ്ങൾ പറയണം ഈ മുറിക്കകത്ത് പട്ടി കെട്ടല്ലേ, വൃത്തികേടാക്കുന്ന പറഞ്ഞ കേൾക്കില്ല അവര്. ഇതോടെയാണ് വീട്ടുടമസ്ഥൻ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനെ വിവരമറിയിച്ചത്. ദയാപ്രവർത്തകരായ അമ്പിളി പുരക്കിലും അമലേഷ് വിജയനും സ്ഥലത്തെത്തി നായയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകി പരിചരിച്ചു. തുടർന്ന് പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ നായയെ മോചിപ്പിക്കുകയുമായിരുന്നു. ലോക്കിയുടെ ദുരവസ്ഥയറിഞ്ഞ വാരപ്പെട്ടി സ്വദേശിയായ രാധാമണി എന്ന സ്ത്രീ നായയെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. ദയാപ്രവർത്തകർ നായയെ രാധാമണിയുടെ വീട്ടിലെത്തിച്ചു നൽകി. ദിവസങ്ങൾ നീണ്ട ക്രൂരമായ തടവറയിൽ നിന്ന് മുക്തനായതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ലോക്കി. വളർത്തുമൃഗങ്ങളെ സ്നേഹത്തോടെ വളർത്തുകയും പിന്നീട് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെ ഇതുപോലെ ക്രൂരമായി വീടുകളിലോ റോഡുകളിലോ ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് ദയാപ്രവർത്തകർ പറഞ്ഞു. മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.